ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിന്യൂസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ളത് സാരി കൊണ്ട് ഒരു അടിപൊളി അംബ്രല പലാസ് തയ്ച്ചിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമ്മൾ സാരി ഇതേപോലെ തന്നെ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാരി മടുക്കുന്ന സമയത്ത് അംബ്രല പലാസിൻ്റെ ടൈമിൽ നമ്മൾ മടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പലാസൊക്കെ അല്ലെങ്കിൽ നമ്മൾ ടോപ്പിനെയൊക്കെ നാലായിട്ട് ഫോൾഡ് ചെയ്യില്ല ചെയ്യാറ്. അപ്പം ഈ അംബ്രല പലാസ് ആകുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു സാരി നിവർത്തി വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു കോൺ ടൈപ്പിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ അരവണ്ണം കാര്യങ്ങളും ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴത്തേക്ക് നല്ല ഒരു ഫ്ലെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ടൊക്കെ മാതിരി നല്ലൊരു ഫ്ലെയറിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ കോണായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മുടെ ഒരു അരവണ്ണത്തിന് അളവ് കിട്ടുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അരവണ്ണം 10 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പ് വെച്ചിട്ട് മുകളിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ലെങ്ത്താണ് കൊടുക്കുന്നത്. ഒരു 34-36 ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ നമ്മൾ അലാസ്റ്റിക് അല്ലെങ്കിൽ കയറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പോർഷനും നമ്മൾ കട്ട് ചെയ്യും. അതും വെച്ചിട്ട് വേണ്ട നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 34 എന്നുള്ളത് നോർമൽ ലെങ്ത്തും പിന്നെ ഒരു 4 എന്നുള്ള ലെവലിൽ നമ്മൾ അതിൻ്റെ അരഭാഗം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 36-38 എന്നുള്ള ഒരു ലെങ്ത്താണ് വരിക കേട്ടോ. അപ്പം ലെങ്ത്ത് എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് വരുന്നത് 14 കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 14 താഴത്തേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ജസ്റ്റ് ഒരു നമ്മൾ കൈക്കുഴിയൊക്കെ വരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെയും ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാപ്പ് വെച്ചിട്ട് മുകളിൽ നമ്മുടെ അരഭാഗം വെച്ചിട്ട് അരഭാഗത്തു നിന്ന് ടാപ്പ് വെച്ചിട്ട് നമ്മൾ എത്രയാണോ 35 അല്ലേ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്ത്, അപ്പോൾ ആ 35 ജസ്റ്റ് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. നമ്മൾ ടാപ്പ് മുകളിൽ നിന്ന് 35 എവിടെയാണോ വരുന്നത് അതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ മാർക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ലാസ്റ്റിൽ കട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് പീസ് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം അവിടെ ഒരു 35 ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് എന്താക്കാം, ആ ഒരു സാരിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടി ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു 2 പീസ് നമുക്ക് എത്രയാണോ വേണ്ടത് ആ പീസിനനുസരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു 2 സാരിയുടെ കഷ്ണം ഇതേപോലെ തന്നെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് നമുക്ക് എങ്ങനെയാണോ ഭാഗത്തേക്കാണോ വേണ്ടത് എന്നുള്ള ലെവലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മുന്നത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങോട്ടാണ് സ്പീഡിൽ പാഞ്ഞ് പോണത്, ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എത്രത്തോളം അറിയില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അപ്പം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കമൻറ്റ് അയക്കുക, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് അയക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പേപ്പറിലോ കാര്യങ്ങളിലോ ഒന്നും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഷേപ്പിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാൻറ്റിനുള്ള പലാസോ പാൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ പാൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പീസ് വന്നിട്ടുള്ള ഭാഗം വേഗം അറ്റാച്ച് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ലെങ്ത്തിലൊന്നും ബാധിക്കുന്നില്ലല്ലോ. പിന്നെ ഇത് ഞാൻ മറ്റേ നമ്മൾ അലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ കയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അത് എത്രയാണെന്നുള്ള അളവിനനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മൾ നല്ല ഭാഗവും തമ്മിൽ നന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ വരുന്ന ക്രോച്ച് ഭാഗം 2 സൈഡിലുള്ള ക്രോച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫുള്ളായിട്ടല്ല, ക്രോച്ച് ഭാഗം മാത്രം 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ നിവർത്തി വെക്കാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ പാൻറ്റായിട്ട് മാറും. പിന്നെ ആ പാൻറ്റിൻ്റെ ആ 2 ഭാഗം കാലായിട്ടുള്ള ആ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനോ ഉള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോച്ച് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ നമ്മൾ സെൻറ്ററിലായിട്ട് മറിച്ചിടുമ്പോൾ നമ്മുടെ പെയിൻ്റായിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെയും 2 കാലിൻ്റെ ആ ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ അരഭാഗത്തേക്കുള്ളതും സ്റ്റിച്ച് ചെയ്യാണ്ട്, അതേപോലെ തന്നെ നമ്മുടെ താഴെ ഭാഗത്തുള്ളതൊന്നും മടക്കി അടിക്കാനും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പാൻറ്റ് എന്ന് പറഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് ഈ സാരി കൊണ്ടും ക്ലോത്ത് കൊണ്ടും പല ടൈപ്പ് ക്ലോത്ത് കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു
ഷോർട്ട് ടോപ്പൊക്കെ വരുന്നതിന് നല്ല അടിപൊളിയായിട്ട് നല്ല പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ പലാസോ എന്ന് പറയുന്നത്. അംബ്രല്ല പലാസോ, സ്കേർട്ട് പലാസോ, അങ്ങനെ പല പേരിലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് അയക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ അലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക്കിന് ആ കയറിട്ടതിന് ശേഷം നമുക്ക് അലാസ്റ്റിക് കൊടുക്കട്ടെ. ഞാൻ അലാസ്റ്റിക് കൊടുക്കുന്നില്ല, ഞാനിവിടെ കയറാണ് കൊടുക്കുന്നത്, അതാണ് ഡീപ്പായിട്ട് കാണിക്കാത്തത്. പിന്നെ നമ്മൾ താഴത്തും എല്ലാ ഭാഗങ്ങളൊക്കെ അടിച്ച് ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അംബ്രല്ല പലാസോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയായിട്ടുള്ള പലാസോ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നേ അടിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ, ഈ ഒരു സാരി കൊണ്ട് തന്നെ മുന്നേ അടിച്ചൊരു ടോപ്പിനായിട്ട് ഞാൻ ഇത് പെയർ ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിലേക്ക് നമുക്ക് ജീൻസ് അതും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ പലാസ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇതാ പലാസ റെഡി ആയിട്ടുണ്ട്. അപ്പം അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓളായിട്ട് അമർത്തി വെക്കട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.